പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസ് മദ്യ കമ്പനിക്ക് CPIയുടെ കടുംവെട്ട്. മദ്യനിർമ്മാണശാലയ്ക്കായി ഒയാസിസ് കമ്പനി നൽകിയ ഭൂമി തരംമാറ്റ അപേക്ഷ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് തള്ളി. CPI വകുപ്പിന്റെ തീരുമാനമാണോ ഇതെന്ന് തനിക്കറിയില്ല എന്നാണ് എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. വൻകിട നിർമ്മാണശാല തുടങ്ങാൻ എലപ്പുള്ളിയിൽ 24 ഏക്കർ ഭൂമി ഒയാസിസ് എന്ന കമ്പനി വാങ്ങിയിരുന്നു. ഇതിൽ 4 ഏക്കർ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഒയാസിസ് എന്ന കമ്പനി നൽകിയ ഭൂമി തരമാറ്റാനുള്ള അപേക്ഷയാണ് റവന്യൂ വകുപ്പ് തള്ളിയത്. നിർദ്ദിഷ്ട ഭൂമിയിൽ കൃഷി ചെയ്യണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും RDO ഉത്തരവിൽ വ്യക്തമാക്കി. നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം ഭൂമി തരംമാറ്റം അനുവദിക്കാനാകില്ലെന്നും RDO അറിയിച്ചു. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ കൃഷി ഓഫീസർ നടപടിയെടുക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ഒയാസിസ് കമ്പനി അപേക്ഷിച്ച ഭൂമി കൃഷിഭൂമിയാണെന്നും അത് തരംമാറ്റാൻ അനുവാദമില്ലെന്നും ജില്ലാ കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു. 2008 വരെ ഈ ഭൂമിയിൽ കൃഷിയുണ്ടായിരുന്നു. ഇപ്പോൾ ഭൂമി തരിശായി കിടക്കുകയാണ്. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ CPI നിലപാട് ശക്തമാക്കുന്നതിനിടെയാണ് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ നടപടി. ഇതിൽ എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ മറുപടി ഇങ്ങനെ: ഈ അനുമതി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി പ്രാരംഭാനുമതി നൽകുന്നു എന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത്. ബാക്കി അനുമതികളെല്ലാം അവർ നേടേണ്ടതാണ് എന്നത്. എക്സൈസിൻ്റെ മുമ്പിൽ വരുന്ന കാര്യത്തിനാണ് അനുമതി കൊടുത്തത്. അതിന് മറ്റു തടസ്സങ്ങളില്ല. അതുകൊണ്ടാണ് പ്രാരംഭാനുമതി എന്ന് പറഞ്ഞത്. മുന്നണിക്കുള്ളിൽ ഇതിനെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇതിനിടെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒയാസിസ് കമ്പനി തടസ്സ ഹർജി ഫയൽ ചെയ്തു. എതിർപ്പുന്നയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കോടതിയെ സമീപിച്ചാൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാണ് ആവശ്യം. 24 തിരുവനന്തപുരം.